ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തലാസത്തുൻ ലാ തസ്അൽ അൻഹും, 3 പേരെ കുറിച്ച് നിങ്ങൾ ചോദിക്കന്നെ വേണ്ട, അവരെ വിട്ടേക്കൂ. റജുലുൻ, ഒരാള് ഫാറഖ അൽ ജമാഅ, കൂട്ടായ്മ ഒഴിവാക്കിയ മനുഷ്യൻ. ഈ മുസ്ലിം സമൂഹം പലപ്പോഴും ഞാൻ ചർച്ച ചെയ്ത വിഷയമാണത്. പരിപൂർണമായി ഷർത്തും ഫർദും ഒത്തതായ എല്ലാ നിബന്ധനകൾ പാലിക്കുന്ന സംഘടനകൾ കാണാൻ പ്രയാസമാണ്. ഈ ചോദ്യം ഷെയ്ഖ് ബിൻ ബാസിനോടും ഷെയ്ഖ് അൽബാനിയോടും ഒക്കെ ചോദിക്കപ്പെട്ടു. അവരൊക്കെ പറഞ്ഞത്, അവർ ചോദിച്ച, ഞാൻ ഓർക്കുന്നുണ്ട്, ഷെയ്ഖ് ബിൻ ബാസിനോട് അമേരിക്കയിൽ നിന്നിട്ട് വന്ന ചോദ്യമാണ്. അമേരിക്കൻ കുട്ടികളാ ചോദിച്ചത്, വിദ്യാർത്ഥികളാ ചോദിച്ചത്. അവിടെയെല്ലാം മുസ്ലിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ആദർശത്തിൽ സംഘടിച്ച് പ്രവർത്തിക്കാം. എന്തുകൊണ്ട്? ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത സ്ഥലമാകുമ്പോൾ. അപ്പോൾ ആദർശത്തിൽ അവർ സംഘടിക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടുത്തതായ സംഘടന ഏതാണെന്ന് നോക്കിയിട്ട്, കൂട്ടായ്മ ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെ കൂടെ ചലിക്കലല്ലാതെ ഒറ്റക്കൊറ്റക്ക് നാം പ്രബോധനം ചെയ്യലോ ദീനിന്റെ പേരിൽ പ്രവർത്തിക്കലോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നമാ യഅകുലു ദിഅ്ബു മിനൽ ഗനമി അൽ ഖാസിയ, ഒരു ആടുകളിൽ നിന്നിട്ട് ഏത് ആടിനെയാണ് ചെന്നായ പിടികൂടുക? ഒറ്റക്ക് പോകുന്ന ആടുകളെയാണ്. കൂട്ടമായി പോകുന്ന ആടുകളിലേക്ക് ചെന്നായി ചെല്ലുകയില്ല. അപ്പോൾ എന്തിലേക്കാണ് സൂചന? നിന്നെ പിശാച് കൂടും. നീ ഒറ്റക്ക് ഒരു ഉപഗ്രൂപ്പായി നീ ജീവിച്ചാൽ ആ സംഘടന എനിക്ക് വേണ്ട, ഈ സംഘടന എനിക്ക് വേണ്ട, അതിലൊക്കെ എന്ന കുറവുണ്ട്, ഇതിലൊക്കെ എന്ന കുറവുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ സംഘടനയും ഒഴിവാക്കിയിട്ട് നീ മുസ്ലിം രാഷ്ട്രമില്ലാത്ത നാട്ടിൽ ഇസ്ലാമത പ്രബോധനം ചെയ്യാൻ വേണ്ടി പാടുപെട്ടാൽ നിന്നെ കാണാനൊക്കെ നല്ല കോലമായിരിക്കും, നല്ല തലപ്പാവായിരിക്കും, നല്ല താടിയായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണ്? ഇബ്ലീസ് നിന്നെ വിലയും ചെയ്യുന്നുണ്ട് എന്ന് പേടിക്കണം, സൂക്ഷിക്കണം. അള്ളാഹു ആയിനത്തിൽ പെടുത്താതിരിക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ജമാഅത്തിനെ വേർപിരിയുന്ന ആൾ, ഇമാമഹു, നേതൃത്വത്തെ വഴിപ്പെടാത്ത ആൾ, ഒമാത് ആസിയൻ, അത് കാരണത്താൽ ദോഷിയായി മരിക്കുന്ന ആൾ. മറ്റത് അമതുൻ ഔ അബ്ദുൻ ആബിഖ്, സയ്യിദിൽ നിന്നിട്ട് ഓടിപ്പോയതായ അടിമ. മൂന്നാമത്തത് ആരാണ്? ഇംറഅത്തുൻ, ഒരു പെണ്ണ്. ഗാബ അൻഹാ